ഇനി the pressure and interventions exerted by each social group over its members in order to ensure and sustain a safe environment is called social control. അപ്പോൾ ഇത്രയും നാളും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സോഷ്യൽ ഗ്രൂപ്പിനെ കുറിച്ചാണ്. ഇപ്പോൾ പറയുന്നത് എന്താണ്? സോഷ്യൽ കൺട്രോളിനെ കുറിച്ചാണ്. അപ്പം നമ്മൾ പറഞ്ഞ എന്താണ്? നമ്മളുടെ സൊസൈറ്റിയിൽ പീസ്ഫുൾനെസ്സും ഹാപ്പിനെസ്സും ഒക്കെ കീപ്പ് ചെയ്യാനും നമ്മൾക്കൊരു സെക്യൂർ ആയിട്ടുള്ള ലൈഫ് നമ്മളുടെ സൊസൈറ്റിയിൽ നയിക്കാനുമായിട്ടാണ് നമ്മളുടെ സൊസൈറ്റിയിൽ എന്തുള്ളതെന്ന് പറഞ്ഞത്? ഈ ലോസും ഈ പറഞ്ഞ കാര്യങ്ങൾ നോംസും ഒക്കെ ഉള്ളതെന്ന് പറഞ്ഞു. അതെല്ലാം പല സമയത്തും എന്താണ്? ഈ സോഷ്യൽ ഗ്രൂപ്പിലൂടെ നമുക്ക് കിട്ടുന്ന പ്രഷറാണ്. ഓക്കെ, നമ്മൾ പല രീതിയിലുള്ള സോഷ്യൽ ഗ്രൂപ്പിൽ ബന്ധപ്പെട്ടിരിക്കുന്നതാണെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഓരോ ഗ്രൂപ്പിൽ നിന്നും പല തരത്തിലുള്ള പ്രഷറുകൾ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പം അതിന് കാരണം എന്താണ്? നമ്മളുടെ സൊസൈറ്റി ഡെവലപ്മെൻറ്റിന് അല്ലെങ്കിൽ നമ്മളുടെ സൊസൈറ്റിയിൽ സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ആ ഒരു പ്രഷർ നമുക്ക് കിട്ടുന്നത്. ഇപ്പം നമ്മളുടെ വീട്ടിലാണെങ്കിൽ പോലും പുറത്തിറങ്ങുമ്പോൾ അങ്ങനെ പാടില്ല, ഇങ്ങനെ പാടില്ല, വീടിനുള്ളിൽ ഇങ്ങനെ വേണം, അവിടെ പോയാൽ അങ്ങനെ വേണം, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ പോകാൻ പാടില്ല, ഇങ്ങനെ വേണം ചെയ്യാൻ, ഇങ്ങനെ ആവണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എപ്പോഴും എന്താണ്? ഒരു പ്രഷർ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ റൂള് നമുക്ക് തരികയാണ് അല്ലേ. അപ്പോൾ അതിന് പിന്നിലെ കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിൽ നമുക്ക് എന്താണ്? ഒരു സേഫർ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള സോഷ്യൽ ഗ്രൂപ്പുകൾ നമുക്ക് പ്രഷർ തരുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സോഷ്യൽ ഗ്രൂപ്പുകൾ നമ്മളെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് സോഷ്യൽ കൺട്രോൾ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ ഈ സോഷ്യൽ കൺട്രോളിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇനി. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് ഇൻ എവറി സൊസൈറ്റി ദർ ആർ സർട്ടൻ കോമൺലി ആക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ബിഹേവിയർ. ഓക്കെ, എല്ലാ സമൂഹത്തിലും അംഗീകരിക്കപ്പെട്ട അല്ലെങ്കിൽ പൊതുവായി അംഗീകരിക്കപ്പെട്ട ഒരു പെരുമാറ്റ രീതിയുണ്ട്. ഓക്കെ, അത് എല്ലാ സമൂഹത്തിലും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോഴോ സൊസൈറ്റി എസ്റ്റാബ്ലിഷസ് സ്യൂട്ടബിൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ദി റെഗുലേഷൻ ഓഫ് ബിഹേവിയർ ആൻഡ് സോഷ്യലൈസേഷൻ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. ഓക്കെ, അതായത് ഈ ബിഹേവിയറിനെ ഇപ്പം എല്ലാ കോമൺലി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ബിഹേവിയർ എല്ലാ സൊസൈറ്റിയിലും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ബിഹേവിയറിനെ വളർത്തിയെടുക്കുന്നതിനും ഒരാളെ സാമൂഹിക ജീവിയാക്കുന്നതിനും വേണ്ടിയിട്ടൊക്കെ എല്ലാ സൊസൈറ്റിയിലും എന്തുണ്ട്? ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അത് പഠിപ്പിച്ചെടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ഒന്ന് നമ്മളുടെ ഫാമിലി, നമ്മുടെ കുടുംബം, മറ്റൊന്ന് മതം, മറ്റൊന്നാണ് വിദ്യാലയം, പിന്നെ സാമ്പത്തിക രാഷ്ട്രീയ സ്ഥാപനങ്ങൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഇതൊക്കെയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാമിലിയിൽ നിന്നും സ്കൂളിൽ നിന്നും അതേപോലെ തന്നെ മതങ്ങളിൽ നിന്നുമൊക്കെയാണ് നമ്മളൊരു സൊസൈറ്റിയിൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ ജീവിക്കണം, സമൂഹത്തിൽ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചെടുക്കുന്നത്. ഓക്കെ, സോഷ്യൽ കൺട്രോൾ ഈസ് ഫോർമലി ഇംപ്ലിമെൻറ്റഡ് ത്രൂ ദ സിസ്റ്റംസ് സച്ച് ആസ് പോലീസ്, കോർട്ട്, പ്രിസൺ ആൻഡ് മിലിറ്ററി. ഓക്കെ, അപ്പം ഈ ഒരു സോഷ്യൽ കൺട്രോളിനെ അല്ലെങ്കിൽ സാമൂഹിക നിയന്ത്രണത്തെ ഔദ്യോഗികമായിട്ട് ജനങ്ങളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫോർമലി പീപ്പിളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സിസ്റ്റത്തിൽ പെടുന്നതാണ് പോലീസ്, കോർട്ട്, പ്രിസൺ, മിലിറ്ററി എന്നൊക്കെ പറയുന്നത്. അതായത് പോലീസുകാരും അതേപോലെ തന്നെ കോടതിയും ജയിലും അതേപോലെ തന്നെ പട്ടാളവും ഇവരൊക്കെയാണ് എന്താണ്? നമ്മുടെ സമൂഹത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഈ പറഞ്ഞ സോഷ്യൽ കൺട്രോളിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ സോഷ്യൽ കൺട്രോളിനെ എന്ത് ചെയ്യുക? നിർവഹിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സിസ്റ്റംസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? Society has institutions and systems to control, prevent or punish those who do not adhere to social control. അപ്പം ഈ പറഞ്ഞ സോഷ്യൽ കൺട്രോൾ അല്ലെങ്കിൽ സാമൂഹിക നിയന്ത്രണത്തോട് അക്സെപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനോട് യോജിച്ച് പോകാത്ത ആൾക്കാരെ പണിഷ് ചെയ്യാനായിട്ടുള്ള സ്ഥലങ്ങളും സൊസൈറ്റിക്കുണ്ട്, സമൂഹത്തിനുണ്ട്. അതിലാണ് അതായത് ഇതേപോലെ തന്നെ എന്താണ് ഇതിനോട് അഡ്ഹെയർ ചെയ്ത് നിൽക്കാത്ത അല്ലെങ്കിൽ ഇതിനെ ഈ സോഷ്യൽ സിസ്റ്റത്തിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ എന്താണ് പണിഷ് ചെയ്യാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും സൊസൈറ്റിയിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് വിൽ ബി ദ കണ്ടീഷൻ ഓഫ് സൊസൈറ്റി ഇഫ് ബിഹേവിയേഴ്സ് ആൻഡ് ഹാബിറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് ആർ നോട്ട് റെഗുലേറ്റഡ്? ഓക്കെ, എന്താണ് ചോദിച്ചിരിക്കുന്നത്? വ്യക്തികളുടെ പെരുമാറ്റങ്ങളിലും ശീലങ്ങളിലും നിയന്ത്രണം ഏർപ്പെടുത്താതിരുന്നാൽ സമൂഹത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും?
അപ്പം ഇതിലെല്ലാം ഈ പെരുമാറ്റ രീതികളിലും സ്വഭാവങ്ങളിലൊന്നും നിയന്ത്രണം വരുത്തേണ്ട ഉത്തരവാദിത്തം ആർക്കൊക്കെ ഉണ്ട്? ആ സമൂഹത്തിലെ എല്ലാവർക്കും ഉണ്ട്. എസ്പെഷ്യലി പോലീസുകാർക്കും കോർട്ടിനും എല്ലാം ഉണ്ട്. ഓക്കെ, പണിഷ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടെന്ന്, പ്രിസണൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പം ഇതിലൂടെ ഒന്നും ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിലോ സ്വഭാവത്തിലോ ഒന്നും നിയന്ത്രണം വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ആ സൊസൈറ്റിയുടെ അവസ്ഥ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ സോഷ്യൽ കൺട്രോളിൻ്റെ ആവശ്യം എന്താണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. മെമ്പേഴ്സ് ഓഫ് ദി സൊസൈറ്റി മേ നോട്ട് ബി ഏബിൾ ടു ലീവ് ഇൻ മ്യൂച്വൽ എഗ്രിമെൻറ്റ്. സോഷ്യൽ സെക്യൂരിറ്റി വിൽ ബി എൻഡേഞ്ചേർഡ്. ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത്, ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ മെമ്പേഴ്സ് അംഗങ്ങൾ തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ പരസ്പര സഹകരണത്തോടെ ജീവിക്കാനായിട്ട് അവിടെ പറ്റാത്തതാകും. അതേപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി അവിടെ ഉണ്ടാവില്ല. ഓക്കെ, ഒരു വ്യക്തിക്കും ആ ഒരു സമൂഹത്തിൽ സേഫാണ് എന്ന് പറയാനായിട്ട് പറ്റില്ല. എന്തില്ലെങ്കിൽ ഈ സോഷ്യൽ കൺട്രോൾ അവിടെ ഇല്ലെങ്കിൽ, സാമൂഹിക നിയന്ത്രണം അവിടെ ഇല്ല എങ്കിൽ. ദാറ്റ് ഈസ് വൈ സൊസൈറ്റി ഐസൊലേറ്റ്സ്, ബ്ലെയിംസ് ഓർ പണിഷസ് ദോസ് ഹു വയലേറ്റ് ദി നോംസ് ആൻഡ് ലോസ്. അതുകൊണ്ടാണ് സമൂഹം പലപ്പോഴും സമൂഹത്തിൻ്റെ കുറച്ച് നിയമങ്ങളെയും ചട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യാത്തവരെ അല്ലെങ്കിൽ അതിനെയൊക്കെ എതിർക്കുന്നവരെ കുറ്റപ്പെടുത്തുകയും അവോയ്ഡ് ചെയ്യുകയും അല്ലെങ്കിൽ പണിഷ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഒരു സൊസൈറ്റിയിലെ ഒരു സമൂഹത്തിൽപ്പെട്ട ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരാൾ എന്ന് പറയുന്നത് ആ സൊസൈറ്റിക്ക് ചേരാത്ത ഒരു പ്രവൃത്തി ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു. ഓക്കെ, അപ്പം അതിനെ ആ സൊസൈറ്റി ആ ചെയ്ത തെറ്റെന്ന് പറയുന്നത് ആ സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട റൂൾസിനോ അല്ലെങ്കിൽ നോംസിനോ എതിരായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ സൊസൈറ്റി എന്ത് ചെയ്യും? ഈ ആളെ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ബ്ലെയിം ചെയ്യും, കുറ്റപ്പെടുത്തും. അതേപോലെ തന്നെ അവോയ്ഡ് ചെയ്യും. അതേപോലെ പണിഷ് ചെയ്യും. ഓക്കെ, അപ്പം ഓരോ സൊസൈറ്റിക്കും അവരുടേതായ രീതിയിലുള്ള പണിഷ്മെൻറ്റുകളുണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെ എന്തിൻ്റെ ഭാഗമായിട്ടാണ്? സോഷ്യൽ കൺട്രോളിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം ഇതെന്തിനു വേണ്ടിയാണ്? നമ്മളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് ഈ സോഷ്യൽ കൺട്രോള് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ പോലെ വ്യക്തികളെ നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. നമ്മുടെ സെക്യൂരിറ്റി അവിടെ താറുമാറാകും, പരസ്പരമുള്ള സഹകരണങ്ങൾ അവിടെ ഇല്ലാതാകും, ആ സമൂഹത്തിൽ എന്നും വഴക്കും പ്രശ്നങ്ങളും തന്നെ ആയി മാറും, സമാധാനമില്ലായ്മ വരും. ഓക്കെ, അപ്പം ഇതിനെയൊക്കെ നിയന്ത്രിക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? സോഷ്യൽ കൺട്രോൾ വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഈ സോഷ്യൽ കൺട്രോൾ അല്ലെങ്കിൽ ഈ ഒരു സാമൂഹിക നിയന്ത്രണം എങ്ങനെയാണ് നടത്തുന്നത് എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഹൗ ഈസ് സോഷ്യൽ കൺട്രോൾ ക്യാരിഡ് ഔട്ട്? ഓക്കെ, എങ്ങനെയാണെന്ന് നോക്കി. സൊസൈറ്റി അഡോപ്റ്റ്സ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആൻഡ് സിസ്റ്റംസ് to systematize and control the behavioral patterns of its members. ഓക്കെ, ഒരു സൊസൈറ്റിയിലെ മെമ്പേഴ്സിനെല്ലാം പല ബിഹേവിയറൽ പാറ്റേൺസ് ആയിരിക്കും അല്ലെ, പല പെരുമാറ്റ രീതികളുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനെയെല്ലാം നിയന്ത്രിക്കാനായിട്ട് സൊസൈറ്റി പലതരത്തിലുള്ള സിസ്റ്റംസ് അല്ലെങ്കിൽ പലതരത്തിലുള്ള മെത്തേഡ്സ് ഒക്കെ അഡോപ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, സോഷ്യൽ കൺട്രോൾ ക്രിയേറ്റ്സ് എ സിറ്റുവേഷൻ ദാറ്റ് ഓൾ ക്യാൻ ബെനിഫിറ്റ്. ഓക്കെ, ആ സൊസൈറ്റിയിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും ബെനിഫിറ്റ് ആകുന്ന പോലെ അല്ലെങ്കിൽ എല്ലാ മെമ്പേഴ്സിനും ഉപകാരപ്പെടുന്നത് പോലെയുള്ള ഒരു സിറ്റുവേഷനാണ് ഒരു സോഷ്യൽ കൺട്രോൾ ഉണ്ടാക്കിയെടുക്കുകയുള്ളൂ. ഓക്കെ, അല്ലാതെ ഒരു ഗ്രൂപ്പിന് മാത്രം ബെനിഫിഷ്യൽ മറ്റൊരു ഗ്രൂപ്പിന് ബെനിഫിഷ്യൽ ആവില്ല എന്ന രീതിയിലൊന്നും ഒരു സോഷ്യൽ കൺട്രോൾ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യില്ല. ഓക്കെ, if some people violate the rules to be followed on the road, it creates difficulty for all. അല്ലേ, നമുക്കറിയാം അല്ലേ, ഇപ്പോൾ ഒരു സൊസൈറ്റിയിൽ പെട്ട ആൾക്കാരാണ് എല്ലാവരും തന്നെ, അവരെല്ലാവരും യാത്ര ചെയ്യുന്നവരാണ്. ഓക്കെ, അപ്പോൾ ഒരു ട്രാഫിക്കിൽ ട്രാഫിക്കിൻ്റെതായ കുറച്ച് നിയമങ്ങളുണ്ട്, അത് ആ സൊസൈറ്റിയിലെ നിയമത്തിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ റോഡിലെ നിയമങ്ങൾ തെറ്റിച്ച് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കും. ഓക്കെ, ഇപ്പോൾ ഒരു ഡയറക്ഷനിൽ മാത്രമേ പോകാൻ ഉള്ളൂ എന്നൊരു നിയമം ഉള്ളപ്പോൾ ആ ഡയറക്ഷൻ തെറ്റിച്ച് ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു 2-3 പേര് മറ്റൊരു ഡയറക്ഷനിലൂടെ വണ്ടി ഓടിച്ചാൽ അത് ഫോളോ ചെയ്തു വരുന്ന ബാക്കിയുള്ളവർക്ക് അവിടെ പ്രോബ്ലംസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ അവർക്കത് ഡിഫിക്കൽട്ടി ഉണ്ടാക്കും. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യമാണ്. ട്രാഫിക് പോലീസ് ട്രൈ ടു പ്രിവെൻറ്റ് ട്രാഫിക് വയലേഷൻസ് ഓൺ ദി റോഡ് to ensure the
സേഫ്റ്റി ആൻഡ് വെൽഫെയർ ഓഫ് ഓൾ കമ്മ്യൂട്ടേഴ്സ്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ വേണ്ടിയാണ് ട്രാഫിക് പോലീസ് ഉള്ളത്. ഓക്കെ, അപ്പം ഇങ്ങനെ റോഡിലെ നിയമങ്ങളെ വയലേറ്റ് ചെയ്യുന്നവരെ അതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാനും പണിഷ് ചെയ്യാനും അല്ലെങ്കിൽ അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് അവരുടെ സേഫ്റ്റി ഉറപ്പുവരുത്താനും അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയൊക്കെയാണ് ട്രാഫിക് പോലീസ് അവിടെ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ കാണുമ്പോൾ അറിയാം അല്ലേ. അപ്പോൾ ട്രാഫിക് പോലീസ് ഇല്ല, അവിടെ സിഗ്നലും ഇല്ലാത്തൊരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ എന്താണ്, പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വണ്ടികൾ തോന്നുന്ന പോലെയൊക്കെ പോകും. അവിടെ എന്താണ്, അപകടങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ മറ്റ് യാത്രക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു സമയം ഓർത്ത് നോക്കിയാൽ ഒരുപാട് ഹോൺ അടി, അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഒരു ഡയറക്ഷനിൽ വണ്ടി എടുക്കുന്ന മറ്റേ വണ്ടിക്കാരന് ഇഷ്ടപ്പെടത്തില്ല, പിന്നെ അവർ തമ്മിൽ അത് പ്രശ്നമാകും, അത് ആ ഒരു സൊസൈറ്റിയിൽ ഒരു പ്രോബ്ലമായി മാറും. ഓക്കെ, അപ്പം ഇതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് അവിടെ എന്തുള്ളത്, ട്രാഫിക് പോലീസ് ഉള്ളത്. ഓക്കെ, ഇതേപോലെ ഓരോ സോഷ്യൽ കൺട്രോളും അല്ലെങ്കിൽ സാമൂഹിക നിയന്ത്രണങ്ങളും നമ്മളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ സാമൂഹിക നിയന്ത്രണങ്ങൾ നമ്മളുടെ സേഫ്റ്റിക്ക് വേണ്ടി തന്നെ ഉള്ളതാണ്. ഓക്കെ, അപ്പം ഒരാൾ ഈ സാമൂഹിക നിയമം അല്ലെങ്കിൽ ആരെങ്കിലും സാമൂഹിക നിയമത്തെ വയലേറ്റ് ചെയ്താൽ അതിനെ സൊസൈറ്റി എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നാണ് ഇനി നോക്കുന്നത്. ഓക്കെ, ഹൗ ഡസ് സൊസൈറ്റി ഡീൽ വിത്ത് ദോസ് ഹൂ വയലേറ്റ്സ് ദ ലോസ്. ഓക്കെ, അതായത് ഒരു സമൂഹത്തിൻ്റെ നിയമത്തെ വയലേറ്റ് ചെയ്യുന്നവരെ സൊസൈറ്റി എങ്ങനെ നേരിടും എന്നതാണ് ചോദിക്കുന്നത്. ഓക്കെ, നോക്കി എങ്ങനെയാണ്. പോലീസ് മേക്ക് ദ ലോ ബ്രേക്കേഴ്സ് പേ ഫൈൻ ഓർ പ്രൊഡ്യൂസ് ദം ബിഫോർ ദി കോർട്ട്. ഓക്കെ, പോലീസുകാർ എന്താ ചെയ്യുന്നത്, ഈ പറഞ്ഞ സാമൂഹിക നിയമത്തെ വയലേറ്റ് ചെയ്യുന്നവരെ, ഓക്കെ, അതിനെ എന്ത് ചെയ്യുക, അനുസരിക്കാതിരിക്കുന്നവരെ, ഈ നിയമത്തെ അനുസരിക്കാതിരിക്കുന്നവരെ കൊണ്ട് എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ഫൈൻ അടപ്പിക്കും അല്ലെങ്കിൽ അവരെ കോടതിക്ക് മുമ്പിൽ സമർപ്പിക്കും. ഓക്കെ, അപ്പം ഇപ്പം എന്താണ്, നമുക്കറിയാം ട്രാഫിക്കിൽ തന്നെ പ്രശ്നമാണ്. ഇപ്പം ഹെൽമെറ്റ് വെച്ചുകൊണ്ട് വണ്ടി ഓടിച്ചില്ല, സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എന്നുള്ള പേരിലൊക്കെ ഫൈൻ അടപ്പിക്കും. അവർ ഫൈനും അടയ്ക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ചില സമയത്ത് അവരെ എവിടെ ഹാജരാക്കും, കോടതിക്ക് മുമ്പിൽ ഹാജരാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പോലീസ് എന്താണ്, ഈ ലോ ബ്രേക്കേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത് പോലീസും കോർട്ടും കൂടെ ചേർന്നിട്ടാണ്. പിന്നെയോ, ദ കൺവിക്റ്റഡ് ആർ സെൻറ്റൻസ്ഡ് ആഫ്റ്റർ ദി ട്രയൽ ഇൻ ദി കോർട്ട്. ഓക്കെ, അപ്പോൾ ഈ പോലീസുകാർ എന്ത് ചെയ്യും, ചുമ്മാതെ കോർട്ടിന് മുമ്പിൽ എന്ത് ചെയ്യില്ല, ഒരാളെ കൊണ്ടു നിർത്തത്തില്ല അല്ലെങ്കിൽ ഒരാളെ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യത്തില്ല. അയാൾക്കെതിരെയുള്ള കുറ്റങ്ങളും അല്ലെങ്കിൽ അതിനുള്ള തെളിവുകളും എല്ലാം പോലീസുകാർ ശേഖരിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഈ ആളെ കൊണ്ട് കോടതിയിൽ ചെന്നിട്ട് അവിടെ എന്ത് ചെയ്യും, അവിടെ വെച്ചിട്ട് വിചാരണ നടത്തും, കോടതി വിചാരണ നടത്തും. എന്നിട്ട് ഇയാൾക്കുള്ള ശിക്ഷ അവിടെ വിധിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്താണ്, നമ്മളൊരു സാമൂഹിക നിയമത്തെ ലോയെ തെറ്റിച്ചാൽ അവിടെ പോലീസുകാർ ഇടപെടും. അവരെന്ത് ചെയ്യും, കോർട്ടിൽ ഹാജരാകും, നമ്മുടെ കുറ്റവും അതിനുള്ള തെളിവുകളും എല്ലാം സഹിതം അവരവിടെ കോടതിയിൽ ഹാജരാക്കും. അവിടെ വിചാരണ നടക്കും. വിചാരണ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗവും കേൾക്കും, പോലീസുകാരുടെ ഭാഗവും കേൾക്കും, അല്ലെങ്കിൽ ഇതിന് ഇരയായിട്ടുള്ള മറ്റൊരാളുടെ ഭാഗവും കേൾക്കും. ഓക്കെ, അല്ലെങ്കിൽ ഇതിനെ വയലേറ്റ് ചെയ്ത സൊസൈറ്റിയുടെ ഭാഗം കേൾക്കും. ഓക്കെ, അതാണ് വിചാരണയിൽ നടക്കുന്നത്. ഓക്കെ, അവർ പരിശോധിക്കും യഥാർത്ഥത്തിൽ ഇയാൾ കുറ്റവാളിയാണോ എന്ന്. ഓക്കെ, എന്നിട്ട് അയാൾക്ക് എന്ത് ചെയ്യും, അയാൾക്കുള്ള ശിക്ഷ വിധിക്കും. അയാൾ കുറ്റക്കാരനല്ലെങ്കിൽ ആളെ വെറുതെ വിടും, അയാൾ കുറ്റക്കാരനാണെങ്കിൽ അയാൾക്കുള്ള ശിക്ഷ വിധിക്കും. പ്രിസൺ ഈസ് ദി ഫോർമൽ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ഫോർ ഇംപ്ലിമെൻറ്റിംഗ് ദി സെനൻസ്. ഓക്കെ, അപ്പം ഈ ശിക്ഷ കൊടുക്കുന്ന ഏറ്റവും ഫോർമൽ ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് പ്രിസൺ ആണ്, അതായത് ജയിലിൽ അടയ്ക്കുക എന്നതാണ്. ഓക്കെ, പുറത്തുള്ള മറ്റുള്ള കാര്യങ്ങളിലൊന്നും ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യമില്ലാതെ ഒരു റൂമിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ജയിലിനുള്ളിൽ അടയ്ക്കും, പ്രിസൺ. ഓക്കെ, അതാണ് ഫോർമലായിട്ട് കൊടുക്കുന്ന ഒരു ശിക്ഷ, അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് ഇങ്ങനെയുള്ള കുറ്റവാളികൾക്ക് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് പ്രിസൺ എന്ന് പറയുന്നത്. പ്രിസൺ അതോറിറ്റീസ് ഇംപ്ലിമെൻറ്റ് ദി ജഡ്ജ്മെൻറ്റ് ഓഫ് ദി കോർട്ട്. ഓക്കെ, അപ്പോൾ കോർട്ട് ഒരു വിധി പുറപ്പെടുവിക്കും അല്ലേ, അതായത് നമ്മൾ ചെയ്ത കുറ്റം എന്താണ് എന്ന് വിചാരണ നടത്തി കോർട്ട് ഒരു ശിക്ഷ എന്ത് ചെയ്യും, പുറപ്പെടുവിക്കും, ഒരു വിധി വിധിക്കും, ഒരു ശിക്ഷ വിധിക്കും. അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നടപ്പിലാക്കുന്നത് ഈ പ്രിസൺ അതോറിറ്റീസാണ്. അല്ലെങ്കിൽ ഈ ജയിലിൽ നമ്മളെ ആക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെയുള്ള മറ്റു ഉദ്യോഗസ്ഥർ ആരൊക്കെയാണോ അവരാണ് ആ ശിക്ഷ, കോടതി വിധിച്ച ശിക്ഷ എന്താണോ അതിനെ നടപ്പിലാക്കുന്നവർ. Children's homes and rehabilitation centers are the government systems established to bring back juveniles who commit crimes to the right path.
ഓക്കെ, അപ്പം ചെറിയ കുട്ടികളും ഇതുപോലെ തന്നെ സൊസൈറ്റിയിലെ നോംസ് വയലേറ്റ് ചെയ്യുന്നവരുണ്ട്, ക്രൈംസ് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. അവരെ ഇതിൽ നിന്ന് നല്ല പാതയിലേക്ക് അല്ലെങ്കിൽ ശരിയായ ഡയറക്ഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ തന്നെ സ്ഥാപനങ്ങളാണ് ചിൽഡ്രൻസ് ഹോമും റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സും ഒക്കെ. ഓക്കെ, അപ്പം എന്താണ് അവർക്ക് ചാൻസസ് ഉണ്ട്. എന്താ കുട്ടികൾ, അവർ ചെറിയ കുട്ടികളാണ്, അവർ സോഷ്യൽ നോംസൊക്കെ പഠിച്ചു വരുന്ന പ്രായമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് അതേപോലെ അവർക്ക് എന്താ നേർവഴി അല്ലെങ്കിൽ ശരിയായ ഡയറക്ഷൻ കാണിച്ചു കൊടുക്കാനായിട്ട് പ്രിസൺ പോലെ എന്നൊന്നും പറയാൻ പറ്റില്ല. പ്രിസൺ ഒരു ഗ്രൂപ്പിനുള്ളതാണെങ്കിൽ അതുപോലെ തന്നെയുള്ള ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളാണ് ചിൽഡ്രൻസ് ഹോമും റീഹാബിലിറ്റേഷൻ സെൻറ്ററും. അതായത് അവരുടെ പെരുമാറ്റങ്ങളിൽ ചേഞ്ചസ് കൊണ്ടുവരിക, സ്വഭാവത്തിൽ ചേഞ്ചസ് കൊണ്ടുവരിക എന്നതാണ് ഈ ചിൽഡ്രൻസ് ഹോമിൻ്റെയും റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സിൻ്റെയും ഒക്കെ ഉദ്ദേശം എന്ന് പറയുന്നത്. സോഷ്യൽ കൺട്രോൾ ഈസ് എൻഷുർഡ് നോട്ട് ത്രൂ കൺവിക്ഷൻ ആൻഡ് പണിഷ്മെൻറ്റ് അലോൺ. ഓക്കെ, ഇങ്ങനെ കുറ്റം ചുമത്തിയും ശിക്ഷ വിധിച്ചും മാത്രമല്ല ഒരു സാമൂഹിക നിയന്ത്രണം കൊണ്ടുവരുന്നത്. പിന്നെയോ സൊസൈറ്റി റെക്കഗ്നൈസസ് ആൻഡ് റെസ്പെക്ട്സ് ദോസ് ഹൂ അച്ചീവ് സക്സസ് ത്രൂ ലീഗലി അക്സെപ്റ്റഡ് വേസ്. ഓക്കെ, നിയമപരമായ രീതിയിൽ വലിയ വലിയ വിജയങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ സക്സസ്സുകളൊക്കെ കൈവരിച്ചിട്ടുള്ള ആൾക്കാരെയെല്ലാം സമൂഹം എന്ത് ചെയ്യും, ആദരിക്കും, അവരെ റെസ്പെക്റ്റ് ചെയ്യും ഒക്കെ ചെയ്യും അല്ലേ. ഇപ്പം നമുക്കറിയാം, ഇപ്പം SSLCക്കൊക്കെ നല്ല മാർക്കൊക്കെ വാങ്ങുന്ന കുട്ടികളെ, അല്ലെങ്കിൽ +2 നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടികളെ, അല്ലെങ്കിൽ വലിയ വലിയ ഏതെങ്കിലും എക്സാമുകൾക്കൊക്കെ റാങ്ക് ഒക്കെ വാങ്ങുന്ന കുട്ടികളെയൊക്കെ ആദരിക്കുന്ന ചടങ്ങുകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ടല്ലേ. അപ്പോൾ എന്താ, അതൊക്കെ അവർ ലീഗലി സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവരെല്ലാം എന്ത് ചെയ്യും, ആദരിക്കും. അതിലൂടെയും ഇതെന്ത് ചെയ്യും, സോഷ്യൽ കൺട്രോളാണ് അവിടെ നടത്തുന്നത്. എന്ന് വെച്ചാൽ എങ്ങനെയാണ്, അതിലൂടെ എന്താണ് സമൂഹത്തിലുള്ള മറ്റുള്ളവർക്കെല്ലാം ഒരു പാഠം നൽകി കൊടുക്കുക. ഇങ്ങനെ വേണം, ഇങ്ങനെയാണ്, ഇവരാണ് റോൾ മോഡൽ, ഇവരെ റോൾ മോഡൽ ആക്കണം എന്നുള്ള രീതിയിൽ, ഇങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്ന രീതിയിൽ സമൂഹത്തിനൊരു മെസ്സേജ് കൊടുക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് യഥാർത്ഥത്തിൽ ഇവരെ ആദരിക്കുന്നതിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആദരിക്കുന്നതിന് പിന്നിലെ കാര്യമെന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സച്ച് റെക്കഗ്നിഷൻസ് ആർ ഗിവൺ ഇൻ ഓർഡർ ടു പ്രൊമോട്ട് സോഷ്യലി എക്സ്പെക്റ്റഡ് ബിഹേവിയർ ഇൻ എവറി ഇൻഡിവിജ്വൽ. ഓക്കെ, ഇപ്പം എന്താണ്, ഒരാളെ രക്ഷിച്ചു, ആ ആൾ അല്ലെങ്കിൽ ഒരാൾ മരിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ആത്മഹത്യക്ക് വേണ്ടി പ്രവണത കാണിച്ചു, അല്ലെങ്കിൽ കിണറ്റിൽ അറിയാതെ വീണുപോയി, പെട്ടെന്ന് ആളെ രക്ഷിച്ചത് ഒരു വ്യക്തി. ആ വ്യക്തി എന്ത് ചെയ്യും, ആ സമൂഹം ആദരിക്കും, അല്ലെങ്കിൽ അതിനുള്ള പ്രോത്സാഹനങ്ങൾ നൽകും. അപ്പോൾ ഇതിലൂടെ എന്താണ്, സമൂഹത്തിലുള്ള മറ്റു ആൾക്കാർക്ക് നല്ലൊരു ലെസൺ, നല്ലൊരു മെസ്സേജ് കൊടുക്കുകയാണ്. ഇങ്ങനെ വേണം ഈ സൊസൈറ്റിയിലെ ബിഹേവിയേഴ്സ്, അല്ലെങ്കിൽ ഇങ്ങനെ ഡിസിപ്ലിൻ, അല്ലെങ്കിൽ ഈ ഒരു മോഡലിൽ വേണം ഇവിടെ ജീവിക്കാൻ എന്ന ഒരു ഇൻഫോർമേഷൻ മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിലൂടെയും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആൾക്കാരുടെ ഈ പെരുമാറ്റങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും, നിയന്ത്രിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നല്ലൊരു മെസ്സേജിലൂടെയും എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ നിയന്ത്രിക്കാൻ പറ്റും. അച്ചീവ്മെൻറ്റ്സ് ആർ റെക്കഗ്നൈസ്ഡ് ഇൻ ഓർഡർ ടു പോപ്പുലറൈസ് ദ അറ്റംപ്റ്റ്സ് കൺസിഡേർഡ് ആസ് മോഡൽസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു തന്നെ അച്ചീവ്മെൻറ്റ്സ്, എന്തെങ്കിലുമൊക്കെ വലിയ വലിയ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതും സൊസൈറ്റി അംഗീകരിക്കുന്ന കാര്യങ്ങളാണ്. അതെന്താകും, മറ്റുള്ള ആൾക്കാർക്ക് ഒരു ഇൻഫ്ലുവൻസ് ആകും. എനിക്കും അച്ചീവ്മെൻറ്റ്സ് നേടണം, അല്ലെങ്കിൽ എനിക്കും സൊസൈറ്റിക്കൊരു റോൾ മോഡൽ ആകണം എന്നുള്ള ഒരു ഇൻഫ്ലുവൻസ് മറ്റുള്ള ജനങ്ങളിലേക്കും കൊടുക്കും. ഓക്കെ, അപ്പം എന്താണ് സൊസൈറ്റി അല്ലെങ്കിൽ സോഷ്യൽ കൺട്രോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, ഒരാൾ നിയമം വയലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുറ്റം വിധിച്ചും അല്ലെങ്കിൽ ശിക്ഷ വിധിച്ചും മാത്രമല്ല, ഒരാൾ നല്ലതെന്തെങ്കിലും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നല്ലതൊന്ന് അച്ചീവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് മോഡലാകാൻ പറ്റുന്ന രീതിയിൽ ഒരു ബിഹേവിയർ കാണിക്കുമ്പോൾ അതിനെയൊക്കെ ആദരിച്ചും പ്രോത്സാഹിപ്പിച്ചും റെസ്പെക്റ്റ് ചെയ്തും ഒക്കെ എന്താണ് മറ്റുള്ളവരിൽ എന്താണ് നല്ല മെസ്സേജസ് കൊടുത്തും സോഷ്യൽ കൺട്രോളിനെ എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം നമ്മളുടെ ഈ സോഷ്യൽ കൺട്രോളിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തതെന്ന് നോക്കിയേ. 2 കാറ്റഗറീസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളും മറ്റൊന്ന് ഫോർമൽ സോഷ്യൽ കൺട്രോളും. ഓക്കെ, അതിൽ ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളിൽ പെട്ടതാണ് നമ്മളുടെ ഫാമിലി, അതേപോലെ തന്നെ റിലീജിയൻ, പിയർ ഗ്രൂപ്പ്. ഇതൊക്കെ നമ്മളുടെ ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളിൽ പെട്ടതാണ്. ഓക്കെ, ഏതൊക്കെയാ, ഫാമിലി, റിലീജിയൻ, പിയർ ഗ്രൂപ്പ്. ഇനി ഫോർമൽ സോഷ്യൽ കൺട്രോളിൽ പെട്ടതാണ് പോലീസ്, മിലിറ്ററി, കോർട്ട്, പ്രിസൺ ഒക്കെ.
ഓക്കെ, പോലീസും മിലിറ്ററി, കോർട്ട്, പ്രിസണൊക്കെ ഫോമൽ സോഷ്യൽ കൺട്രോളും ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളിൽ പെടുന്നതാണ് ഫാമിലി, റിലീജിയൻ, പീർ ഗ്രൂപ്പ്. അപ്പം ഈ ഫോമൽ സോഷ്യൽ കൺട്രോൾ എന്താ, ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്താണെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. ആദ്യം നോക്കുന്നത് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളിനെ കുറിച്ചാണ്, അതായത് അനൗപചാരിക സാമൂഹിക നിയന്ത്രണം. ഓക്കെ, നോക്കി, ദീസ് ആർ നോട്ട് ലീഗലി റെക്കോർഡഡ് വേസ് ഓഫ് സോഷ്യൽ കൺട്രോൾ. ഓക്കെ, അല്ലെങ്കിൽ ഒരു നിയമപരമായി രേഖപ്പെടുത്താത്ത രീതിയിലുള്ള സാമൂഹിക നിയന്ത്രണങ്ങളെയാണ് നമ്മൾ ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇങ്ങനെ തന്നെ പോകണം, ഇങ്ങനെ തന്നെ ആവണം, ഇങ്ങനെ ആയിരിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു ലീഗലായിട്ടുള്ള അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ഒരു റെക്കോർഡഡ് ആയിട്ടുള്ള ലോസ് ഒന്നും എന്തിനില്ല, ഈ സോഷ്യൽ കൺട്രോളിനില്ല, ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളിന് ഇല്ല. Customs, folkways, beliefs and traditions are the informal means of social control. അതായത് ആചാരങ്ങൾ, നാട്ടുനടപ്പുകൾ, വിശ്വാസങ്ങൾ, പാരമ്പര്യങ്ങൾ, ഇതൊക്കെ എന്താണ്, ഇൻഫോർമൽ വേസ് ആണ്, സോഷ്യൽ കൺട്രോളിൻ്റെ ഇൻഫോർമൽ വേസ് ആണ്. അത് ഈ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ ഇന്ന ആചാരങ്ങൾ ഫോളോ ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇന്ന മതത്തിൽ വിശ്വസിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇന്ന ചട്ടങ്ങൾ, നാട്ടു നടപ്പുകൾ ഉണ്ടായേ പറ്റുള്ളൂ എന്നൊന്നും എവിടെയും എഴുതി വെച്ച് അതിനെ പാലിക്കണം എന്നുള്ള കാര്യങ്ങൾ എവിടെയില്ല, ഇൻഫോർമലില്ല, ഇൻഫോർമലായിട്ടുള്ള സോഷ്യൽ കൺട്രോളിൽ ഇല്ല. ഓക്കെ, ഈ എന്താ പറയുക, പാരമ്പര്യങ്ങൾ അല്ലെങ്കിൽ ആചാരങ്ങളൊക്കെ എന്താണ്, ഇൻഫോർമലാണ്. അതായത് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിൽ നമ്മൾ പെടുന്നത് കൊണ്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, അല്ലാതെ ആ സമൂഹത്തിൽ എല്ലാവരും അത് ഫോളോ ചെയ്യണം എന്നുള്ളൊരു കാര്യം അവിടെ വരുന്നില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. വയലേഷൻ ഓഫ് ദീസ് വിൽ നോട്ട് ലീഡ് ടു ഫോമൽ പണിഷ്മെൻറ്റ്. ഇപ്പോൾ ഈ പറഞ്ഞ എന്താ പറയുക, ആചാരങ്ങളോ അല്ലെങ്കിൽ ബിലീഫ്സോ ട്രഡീഷൻസോ ഒക്കെ നമ്മൾ വയലേറ്റ് ചെയ്തു. ഓക്കെ, എന്തെങ്കിലും പാരമ്പര്യം നമുക്കത് ഫോളോ ചെയ്യാൻ ഇഷ്ടമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിലീഫ്സ് അത് നമുക്ക് ഫോളോ ചെയ്യാൻ ഇഷ്ടമില്ല, പക്ഷേ നമ്മളൊരു ഒരു സോഷ്യൽ ഗ്രൂപ്പിലായതുകൊണ്ട് ഫോളോ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളൊരു സമയത്ത് തീരുമാനിക്കുക എനിക്കത് വേണമെന്നില്ല, ഞാൻ അതിൽ നിന്ന് മാറാൻ പോവുക എന്ന് തീരുമാനിച്ചാൽ അതിൻ്റെ പേരിൽ നമ്മളെ പണിഷ് ചെയ്യാൻ ആർക്കും അധികാരമില്ല. അത് നമ്മളുടെ സ്വന്തം തീരുമാനത്തിൽ, അത് ഇൻഫോർമലാണ്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ എന്തെങ്കിലും ആചാരങ്ങൾ തെറ്റിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും പാരമ്പര്യങ്ങൾ തെറ്റിച്ചു അതിനെ ഫോളോ ചെയ്തില്ല എന്നതിൻ്റെ പേരിൽ നമുക്കൊരു ഫോമൽ പണിഷ്മെൻറ്റ് കിട്ടത്തില്ല, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ആരും നമ്മളെ പിടിച്ച് ജയിലിൽ എടുത്തില്ല, അല്ലെങ്കിൽ കുറ്റം വിധിക്കത്തില്ല, അങ്ങനെയൊന്നും ചെയ്യത്തില്ല. കാരണം അതൊക്കെ എന്താണ്, ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളിൽ പെടുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി സച്ച് പീപ്പിൾ ആർ ഡിസ്ഗ്രേസ്ഡ്, ഐസൊലേറ്റഡ് ഓർ എക്സ്കമ്മ്യൂണിക്കേറ്റഡ് ഫ്രം ദി സൊസൈറ്റി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരാൾ ഈ പറഞ്ഞ ആചാരങ്ങളെ അല്ലെങ്കിൽ ആ ആൾ റിലേറ്റഡ് ആയിട്ട് നിലനിന്നിരുന്ന ഒരു സോഷ്യൽ ഗ്രൂപ്പിലെ എന്തെങ്കിലും ട്രഡീഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിലീഫ്സോ ആൾ വയലേറ്റ് ചെയ്തെന്നിരിക്കട്ടെ, ആ ആൾക്ക് ഫോമൽ രീതിയിലുള്ള പണിഷ്മെൻ്റ് ഒന്നും കിട്ടത്തില്ല. പക്ഷേ ആ ഒരു സോഷ്യൽ ഗ്രൂപ്പ് അയാളെ പണിഷ് ചെയ്യും. ഏതെല്ലാം രീതിയിൽ? ഒന്നെങ്കിൽ ആ ആളെ എന്ത് ചെയ്യും, പരിഹസിക്കും, കളിയാക്കും, അല്ലെങ്കിൽ ആ ആളെ എന്ത് ചെയ്യും, ഐസൊലേറ്റ് ചെയ്യുക, ആ ആളുമായിട്ട് ഒരു ബന്ധവും കീപ്പ് ചെയ്യാതെ, മൈൻഡ് ചെയ്യാതെ, അവോയ്ഡ് ചെയ്യാതെയൊക്കെ നിർത്തും. ഓക്കെ, അല്ലെങ്കിൽ ആ ആളുമായിട്ട് സംസാരങ്ങൾ വേണ്ടെന്ന് വെക്കും, അല്ലെങ്കിൽ ആ ആൾക്ക് ഇന്ന സ്ഥലത്തോട്ടുള്ള ഞങ്ങൾ കൂടുന്ന ഈ സ്ഥലത്തേക്ക് റെസ്ട്രിക്ഷൻ വെക്കുക, ഞങ്ങൾ വേണ്ട എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കും. എന്നല്ലാതെ മറ്റൊരു ഫോമൽ രീതിയിലുള്ള പണിഷ്മെൻ്റ് അവിടെ ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പോൾ എന്താണ്, ആ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ ഗ്രൂപ്പ് നിങ്ങൾ എന്ത് ചെയ്യും, അവോയ്ഡ് ചെയ്ത് മാറ്റി നിർത്തും. ഓക്കെ, ഇതാണ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളിൽ പെടുന്നത്. ഓക്കെ, ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ ഈസ് ഇംപ്ലിമെൻറ്റഡ് ത്രൂ ദി പ്രൈമറി സോഷ്യൽ ഗ്രൂപ്പ്സ് ലൈക്ക് ഫാമിലി, റിലീജിയൻ ആൻഡ് പീർ ഗ്രൂപ്പ്. അപ്പം ഈ ഇൻഫോർമൽ സോഷ്യൽ കൺട്രോള് നമ്മളിൽ നിർവഹിക്കുന്നത് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നമ്മളുടെ പ്രൈമറി ഗ്രൂപ്പായിട്ടുള്ള ഫാമിലിയോ റിലീജിയനോ പീർ ഗ്രൂപ്പോ ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ കുടുംബമോ മതമോ അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ സെയിം ഏജിലുള്ള ആ ആൾക്കാരുടെ ഇടയിലുള്ള ആ ഒരു ഗ്രൂപ്പും ആയിരിക്കും. കാരണം നമുക്കറിയാം നമ്മളുടെ മതവും അല്ലെങ്കിൽ നമ്മുടെ ബിലീവ്സും നമ്മുടെ ട്രഡീഷൻസും ഒക്കെ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ റിലീജിയൻ അല്ലെങ്കിൽ നമ്മുടെ പീർ ഗ്രൂപ്പുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ, അതായത് ഇപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല, ഇപ്പോൾ നമ്മുടെ ബിലീവ്സ്, നമ്മളുടെ പാരമ്പര്യങ്ങൾ, നമ്മളുടെ ആചാരങ്ങൾ, നാട്ടുനടപ്പുകൾ, ഇതെല്ലാം നമ്മളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഇവരാണ്. അതേപോലെ തന്നെ ഇതിൽ നിന്ന് എന്തെങ്കിലും രീതിയിൽ നമ്മൾ വയലേറ്റ് ചെയ്താൽ നമ്മളെ പണിഷ് ചെയ്യുന്നതും ഈ ഗ്രൂപ്പിൽപ്പെട്ടവരാണ്. ഒന്നെങ്കിൽ നമ്മുടെ മതമോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയോ ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മളിപ്പം
എന്തെങ്കിലും ആ ഫാമിലിയിൽ കൊണ്ടുവന്നിരുന്ന ഒരു ട്രഡീഷൻ നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അതിനെ വയലേറ്റ് ചെയ്തെന്നിരിക്കട്ടെ, അന്നേരം ഫാമിലി നമ്മളെ പണിഷ് ചെയ്യും. ഓക്കെ, അവർ ഒന്നെങ്കിൽ നമ്മളെ ഐസൊലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ പണിഷ്മെൻറ്റ്സ് നമുക്ക് തരും. അതുപോലെ തന്നെ ഈ ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണെന്ന് പറയുന്നത് നമ്മളുടെ പ്രൈമറി സോഷ്യൽ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ ഇരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ അത്രയേ ഉള്ളൂ ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ. ഇനിയുള്ളത് ഫോർമൽ സോഷ്യൽ കൺട്രോളാണ്, അതായത് ഔപചാരിക സാമൂഹ്യ നിയന്ത്രണം. നോക്കിയേ, വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ആൻ ഇൻഡിവിജ്വൽ വയലേറ്റ്സ് എ സോഷ്യലി അക്സെപ്റ്റഡ് ലോ. അതായത് ഒരു സമൂഹം മൊത്തത്തിൽ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ലോ, ഒരു നിയമത്തെ ഒരാൾ വയലേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നതാണ് ചോദ്യം. എന്ത് സംഭവിക്കും? ദിസ് ഇൻഡിവിജ്വൽ വിൽ ബി punished through the systems like police, court and prison. ആ ഒരു വ്യക്തിയെ എന്ത് ചെയ്യും? ഈ വയലേറ്റ് ചെയ്ത ആ ഒരു സൊസൈറ്റിയുടെ നിയമത്തെ വയലേറ്റ് ചെയ്ത വ്യക്തിയെ എന്ത് ചെയ്യും? പോലീസ്, അല്ലെങ്കിൽ കോർട്ട്, അല്ലെങ്കിൽ പ്രിസൺ എന്നിങ്ങനെ 3 സിസ്റ്റത്തിലൂടെ പണിഷ് ചെയ്യും. പോലീസിനായിരിക്കും, പോലീസ് കോർട്ടിൽ ഹാജരാക്കും, കോർട്ട് ജയിൽ ശിക്ഷ വിധിക്കും. ജയിൽ ശിക്ഷ വിധിക്കുമ്പോൾ അവിടുത്തെ അതോറിറ്റീസ് ആ ശിക്ഷ നമുക്ക് നടപ്പിലാക്കും. ഇങ്ങനെ ഈ രീതിയിൽ ആളെ പണിഷ് ചെയ്യും. Civilized societies use these methods for social control. ഓക്കെ, അപ്പം ഒരു പരിഷ്കൃത സമൂഹം ഇങ്ങനെയുള്ള മെത്തേഡ്സിലൂടെയാണ് സോഷ്യൽ കൺട്രോൾ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സൊസൈറ്റിക്ക് കോമൺ ആയിട്ട് ഉള്ള നിയമങ്ങളുണ്ട്. ആ നിയമത്തെ, അല്ലെങ്കിൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു നിയമത്തെ ഒരാൾ വയലേറ്റ് ചെയ്താൽ ഈ പോലീസ്, കോർട്ട്, പ്രിസൺ എന്നുള്ള സിസ്റ്റത്തിലൂടെ എന്ത് ചെയ്യും? ആ ആളെ എന്ത് ചെയ്യും? പണിഷ് ചെയ്യും. അപ്പം ഒരു പരിഷ്കൃത സമൂഹത്തിൽ, അല്ലെങ്കിൽ ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ പണിഷ്മെൻറ്റ് നിയമിക്കുക, അല്ലെങ്കിൽ ഒരു സോഷ്യൽ കൺട്രോൾ കൊണ്ടുവരുന്നത് ഈ ഒരു മെത്തേഡിലാണ്, അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ള പണിഷ്മെൻറ്റിലൂടെയാണ് സോഷ്യൽ കൺട്രോൾ കൊണ്ടുവരുന്നത്. These systems and institutions are established and implemented by the governments in each country. ഓക്കെ, അപ്പം ഈ ഓരോ രാജ്യത്തെയും, അല്ലെങ്കിൽ പല രാജ്യത്തെയും ഗവൺമെൻറ്റുകളാണ് ഇങ്ങനെയുള്ള സിസ്റ്റത്തെ ഓരോ സമൂഹത്തിലും എന്ത് ചെയ്യുന്നത്? എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ മെത്തേഡ്. ഓക്കെ, അതായത് ഒരു സൊസൈറ്റിയിൽ നോം എന്ത് ചെയ്തു? വയലേറ്റ് ചെയ്തു. ആൾക്ക് ഈ സിസ്റ്റത്തിൽ പോലീസ്, കോർട്ട്, പ്രിസൺ എന്നുള്ള സിസ്റ്റത്തിലൂടെ പണിഷ്മെൻറ്റ് കൊടുക്കുന്നു. ആ സിസ്റ്റത്തെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഓരോ കൺട്രിയിലെയും ഗവൺമെൻറ് ആയിരിക്കും. These systems may vary according to time and society. ഓരോ കാലഘട്ടത്തിനും സമൂഹത്തിനും അനുസരിച്ച് ഈ സിസ്റ്റത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ആദ്യ കാലഘട്ടങ്ങളിൽ ശിക്ഷാരീതികളൊന്നുമല്ല ഇന്ന് കാലഘട്ടങ്ങളിൽ. പണ്ട് കാലങ്ങളിലൊക്കെ ചൂടെണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ തല കീഴായിട്ട് കെട്ടിത്തൂക്കുക, അങ്ങനെ പല രീതിയിലുള്ള, അല്ലെങ്കിൽ വെട്ടി കൊലപ്പെടുത്തുക, അങ്ങനെ പല രീതിയിലുള്ള പണിഷ്മെൻറ്റുകളാണ് അന്നത്തെ ഗവൺമെൻറ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നത്തെ ഗവൺമെൻറ്റിന് പണിഷ്മെൻറ്റ് എന്താണ്? വ്യത്യാസമാണ്. സൊസൈറ്റിയുടെ പണിഷ്മെൻറ്റുകൾ വ്യത്യാസമാണ്, അല്ലേ? ഇപ്പം ജയിൽ പണിഷ്മെൻറ്റുകളുണ്ട്, അല്ലാത്ത പല രീതിയിലുള്ള പണിഷ്മെൻറ്റ് ഇന്നുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പണിഷ്മെൻറ്റ്സ് ഇന്നുണ്ട്. ഓക്കെ, അപ്പോൾ കാലത്തിനനുസരിച്ച്, സമയത്തിനനുസരിച്ച് പണിഷ്മെൻറ്റ് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ സൊസൈറ്റിയിൽ അനുസരിച്ച് പണിഷ്മെൻറ്റിൽ മാറ്റമുണ്ട്. അതായത് ഇവിടെ നമുക്ക് കിട്ടുന്ന പോലത്തെ പണിഷ്മെൻ്റ് ആയിരിക്കില്ല ഇപ്പം ഗൾഫ് രാജ്യങ്ങളിലുള്ള പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ പണിഷ്മെൻറ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ സൊസൈറ്റി അനുസരിച്ച് പണിഷ്മെൻറ്റ് ഡിഫറെൻ്റ് ആകും. കാലഘട്ടത്തിനനുസരിച്ച് പണിഷ്മെൻറ്റുകളിൽ ഡിഫറൻസ് വരാറുണ്ട്. ഓക്കെ, ഈവൻ ദോ ദർ ആർ ലോസ് ആൻഡ് പണിഷ്മെൻറ്റ് സിസ്റ്റംസ്, സം പീപ്പിൾ വയലേറ്റ് ദം. ദേ ഡു നോട്ട് ഫോളോ സോഷ്യലി അക്സെപ്റ്റഡ് ബിഹേവിയറൽ പാറ്റേൺസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പണിഷ്മെൻറ്റ്സും ഇങ്ങനത്തെ സിസ്റ്റംസും ഒക്കെ ഒരുപാടുണ്ടെങ്കിലും ചില ആൾക്കാരുണ്ട്, അവർക്കിതൊക്കെ ഉണ്ടെങ്കിൽ ശരി, അതൊന്നും വിഷയമല്ല. ഞങ്ങൾ എങ്ങനെ പോവുള്ളൂ? ഞങ്ങൾ ഈ നിയമത്തെ വയലേറ്റ് ചെയ്ത് തന്നെ പോകുള്ളൂ. അവരൊരിക്കലും ഈ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ബിഹേവിയറൽ പാറ്റേണിനെ എന്ത് ചെയ്യില്ല? ഫോളോ ചെയ്തില്ല. വയലേഷൻ ഓഫ് ദി വാല്യൂസ്, folk ways, mores and laws that are accepted by the majority members of the society is called social deviance. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിൽ ഭൂരിപക്ഷം ആൾക്കാർ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരും അക്സെപ്റ്റ് ചെയ്യുകയും പിന്തുടരുകയൊക്കെ ചെയ്യുന്ന സാമൂഹിക മൂല്യങ്ങളും ചില ആചാരങ്ങളും സദാചാര വ്യവസ്ഥകളും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനെയെല്ലാം വയലേറ്റ് ചെയ്ത് ഒരാൾ ജീവിക്കുക എന്ന് പറയുമ്പോൾ അവിടെ സൊസൈറ്റിക്ക് എന്തുണ്ടാക്കുകയാണ്? ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുകയാണ്. അതിനെയാണ് സോഷ്യൽ ഡീവിയൻസ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ എല്ലാ സൊസൈറ്റിയും ഒരുപോലെ അല്ല നമ്മൾ പറഞ്ഞല്ലേ. ആ ഒരു പർട്ടിക്കുലർ സമൂഹത്തിനുമായിട്ട് ബന്ധപ്പെട്ട് ആചാരങ്ങളും അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സദാചാരങ്ങളും ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പം അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ നമ്മൾ ആ സൊസൈറ്റിയിൽ നിലനിന്നാൽ ആ സൊസൈറ്റിക്ക് അതെന്താണ്, ഒരു ഡിസ്റ്റർബൻസ് ആണ്. ഓക്കെ, ഒരിക്കലും അവരത് എന്ത് ചെയ്യില്ല, അക്സെപ്റ്റ് ചെയ്തില്ല. അതിനെയാണ് സോഷ്യൽ ഡീവിയൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, വെൻ സോഷ്യൽ ഡീവിയൻസ് ടേക്സ് പ്ലേസ് ഇൻ ലാർജ് സ്കെയിൽസ് ഇറ്റ് മേ ലീഡ് ടു സോഷ്യൽ ഡിസോർഗനൈസേഷൻ ഇൻ സച്ച് എ വേ ആസ് ടു ക്വസ്റ്റ്യൻ ദി വെരി എക്സിസ്റ്റൻസ് ഓഫ് ദി സൊസൈറ്റി. ഓക്കെ, അപ്പം ഒരു വലിയ എമൗണ്ട് അല്ലെങ്കിൽ വലിയൊരു രീതിയിൽ ഈ സോഷ്യൽ ഡീവിയൻസ് ഉണ്ടായാൽ എന്താണ്, സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ അത് ബാധിക്കും. ഓക്കെ, സമൂഹം എന്താണ്, ടോട്ടലി എന്താ, ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് പോകത്തില്ല, അല്ലെങ്കിൽ എന്താണ്, ഒന്നും ഡിസിപ്ലിനായിട്ട് പോകത്തില്ല. ആ സമൂഹം അവിടെ നിലനിൽക്കുക പോലും ഇല്ല. ആ സമൂഹം എന്താകും, ചിന്നിച്ചിതറപ്പെടും. ഓക്കെ, അപ്പോൾ എന്താണ്, സോഷ്യൽ ഡീവിയൻസ് അവിടെ ഉണ്ടാകുന്നതാണ് ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഓക്കെ, പെർസെപ്ഷൻസ് ഓഫ് ദി സൊസൈറ്റീസ് അബൌട്ട് സോഷ്യൽ ഡീവിയൻസ് മേ വേരി അക്കോർഡിംഗ് ടു ടൈം ആൻഡ് സോഷ്യൽ സർക്കംസ്റ്റൻസസ്. ഓക്കെ, അതായത് കാലഘട്ടത്തിനും സാമൂഹിക സാഹചര്യങ്ങൾക്കും അനുസരിച്ച് സാമൂഹിക വ്യതിയാനങ്ങളെക്കുറിച്ചുള്ള സമൂഹങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു സമൂഹത്തിലെ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകളിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്തെ നമ്മളുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകളായിരുന്നില്ല ആദ്യ കാലഘട്ടങ്ങളിലെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത്. ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. ചില കാര്യങ്ങളിലൊക്കെ ഇന്നത്തെ സമൂഹം എന്താണ്, കുറേ വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, ഇവരിങ്ങനെയുള്ള കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇന്നത്തെ സമൂഹം കുറേ കാര്യങ്ങൾ, ഇന്നത്തെ കാര്യങ്ങൾ, മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ആദ്യകാലത്തെ ഒരു സൊസൈറ്റി ഇതിനെ എന്ത് ചെയ്തിരുന്നില്ല, അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ എന്താണ്, ഈ കാലഘട്ടത്തിനനുസരിച്ച് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകളിലും ഈ പറഞ്ഞ നോംസിലും ലോസിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ട്രൈബൽ കമ്മ്യൂണിറ്റീസ് കൺസിഡേർഡ് ഹണ്ടിങ് ആനിമൽസ് ആസ് എ സിമ്പിൾ ഓഫ് ബ്രേവറി, ബട്ട് നൗ ഹണ്ടിങ് ആനിമൽസ് ഈസ് എ ക്രൈം. ഓക്കെ, അപ്പോൾ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ വ്യത്യാസമാണ്. ഇപ്പം അതിനുള്ള എക്സാമ്പിളാണ് ഈ പറയുന്നത്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ട്രൈബൽ കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയിൽ, ഓക്കെ, ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ ഒരു മൃഗത്തെ വേട്ടയാടി പിടിക്കുക എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ കഴിവിൻ്റെ, ആ വ്യക്തിയുടെ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിരുന്നു. അല്ലെങ്കിൽ ആ വ്യക്തി വളരെ സ്ട്രോങ് ആണ് എന്നത് കാണിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിരുന്നു ഈ ഹണ്ടിങ് എന്ന് പറയുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് അത് നടക്കുമോ? ഇല്ല. ഇന്നതെന്താണ്, ഒരു കുറ്റകൃത്യമാണ്. മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുക എന്നത് ഒരു ക്രൈമാണ്, ഒരു കുറ്റകൃത്യമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ആ കാലഘട്ടത്തിനനുസരിച്ച് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് മാറിയത് എന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ പറയുന്നത്. സോഷ്യൽ കൺട്രോൾ വാസ് ഡൺ എഫക്റ്റീവ്ലി ത്രൂ ഇൻഫോർമൽ മീൻസ് എമോങ് ട്രൈബൽസ് ആൻഡ് ട്രഡീഷണൽ സൊസൈറ്റീസ്. ഓക്കെ, അതായത് ഗോത്രവർഗ്ഗങ്ങളിലും പരമ്പരാഗത സമൂഹങ്ങളിലും സാമൂഹിക നിയന്ത്രണം അനൗപചാരിക മാർഗങ്ങളിലൂടെ ബലവത്തായി നടത്തിയിരുന്നു. ഓക്കെ, അതായത് അവർക്ക് എന്തായിരുന്നില്ല, ഫോമലായിട്ടുള്ള കാര്യങ്ങളൊന്നും ആദ്യമൊന്നും ഈ ട്രൈബൽ കമ്മ്യൂണിറ്റീസോ അല്ലെങ്കിൽ ട്രഡീഷണൽ സൊസൈറ്റീസോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. എന്നാൽ ഇൻഫോർമൽ ആയിട്ടുള്ള സോഷ്യൽ കൺട്രോൾസിലൂടെ ഇവരുടെ ബിഹേവിയേഴ്സിൽ എന്താണ്, ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. As societies developed in an unprecedented way and become complex by absorbing pluralities, methods of social control also underwent changes. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ എങ്ങനെയാണ് ചേഞ്ചസ് വന്നത് എന്നാണ് പറയുന്നത്. അതായത് സമൂഹം ക്രമാതീതമായി വളരുകയും വൈവിധ്യങ്ങൾ ഉൾക്കൊണ്ട് സങ്കീർണമാവുകയും ചെയ്തപ്പോൾ സാമൂഹിക നിയന്ത്രണ മാർഗങ്ങളും മാറ്റങ്ങൾക്ക് വിധേയമായി. ഓക്കെ, അതായത് ഒരുപാട് രീതിയിൽ നമ്മുടെ സൊസൈറ്റീസിൽ പല രീതിയിലുള്ള ചേഞ്ചസുകൾ വന്നു. ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ബിഹേവിയറിലൊക്കെ ആൾക്കാർക്കുണ്ടായി. ഓക്കെ, അപ്പോൾ അതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ എന്താണ്, കാഴ്ചപ്പാടുകളിൽ വ്യത്യാസമായി. അങ്ങനെ കാഴ്ചപ്പാടുകളിൽ വ്യത്യാസം വന്നപ്പോൾ സാമൂഹിക നിയന്ത്രണങ്ങളിലും എന്ത് ചെയ്തു, വ്യത്യാസങ്ങൾ വന്നു. ഓക്കെ, ഫോർമൽ സിസ്റ്റംസ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. ടുഡേ കോൺസ്റ്റിറ്റ്യൂഷൻസ്, ലോസ്, education and official institutions have become unavoidable constitutions of social control. ഓക്കെ, അപ്പോൾ സാമൂഹിക നിയന്ത്രണത്തിന് ആദ്യം ഉണ്ടായിരുന്ന സോഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻസ് മാത്രമല്ല ഇന്നുള്ളത്. ഇന്ന് എന്തൊക്കെയുണ്ട്, ലോസ് ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, ഒഫീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവരൊക്കെ എന്താണ്, സാമൂഹിക നിയന്ത്രണത്തിൽ ഒഴിച്ചുകൂടാത്ത സിസ്റ്റംസ് ആയിട്ട് മാറി.
എന്തൊക്കെ? കോൺസ്റ്റിറ്റ്യൂഷൻ, ലോസ്, എഡ്യൂക്കേഷൻ, ഒഫീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഔപചാരിക സംവിധാനങ്ങൾ നിലവിൽ വന്നു. ഭരണഘടന, നിയമസംഹിത, വിദ്യാഭ്യാസം, ഔദ്യോഗിക സ്ഥാപനങ്ങൾ തുടങ്ങിയവ ഇന്ന് സാമൂഹ്യ നിയന്ത്രണത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഘടകങ്ങളായിട്ട് മാറി. ഓക്കെ, അപ്പം എന്താണ് ഒരു സാമൂഹിക നിയന്ത്രണം ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ ഇവർക്ക് കോൺസ്റ്റിറ്റ്യൂഷനും ലോസിനും എഡ്യൂക്കേഷനും ഒഫീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഒക്കെ വളരെ വലിയ പ്രാധാന്യം ഇന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഫോമൽ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫോമൽ സോഷ്യൽ കൺട്രോൾ വരുമ്പോൾ അവിടെ പണിഷ്മെൻറ്റ്സ് ഉണ്ടാവും, പല രീതിയിലുള്ള സിസ്റ്റംസ് ഉണ്ടാവും. ഓക്കെ, എന്നാൽ ഇന്നത്തെ കാലത്ത് പണ്ടത്തെ സാമൂഹിക നിയന്ത്രണങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. അതിന് കാരണം സമൂഹത്തിൻ്റെ മാറിയ കാഴ്ചപ്പാടുകളാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് പഠിച്ചതെന്ന് നോക്കിയേ. നമ്മൾ സോഷ്യൽ ഗ്രൂപ്പുകളെ കുറിച്ച് പഠിച്ചല്ലേ. അപ്പോൾ സോഷ്യൽ ഗ്രൂപ്പ് ആൻഡ് സോഷ്യൽ കൺട്രോളിൽ നമ്മൾ മെയിനായിട്ട് പഠിച്ചതെന്ന് പറഞ്ഞാൽ ഒന്ന് പ്രൈമറി ഗ്രൂപ്പും സെക്കൻഡറി ഗ്രൂപ്പും എന്നും പറഞ്ഞിട്ട് രണ്ടായിട്ട് സോഷ്യൽ ഗ്രൂപ്പുകളെ തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പ്രൈമറി ഗ്രൂപ്പിൽ പെടുന്നതാണ് നമ്മളുടെ ഫാമിലി, റിലീജിയൻ, പീർ ഗ്രൂപ്പ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. സെക്കൻഡറി ഗ്രൂപ്പിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞാൽ അതൊരു ഫോമൽ ഗ്രൂപ്പാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെന്താ നമ്മൾ പറഞ്ഞത്? സോഷ്യൽ കൺട്രോൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. പിന്നെ എന്താ പറഞ്ഞത്? സോഷ്യൽ കൺട്രോൾ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇൻഫോർമൽ കൺട്രോൾ എന്നും ഫോമൽ കൺട്രോൾ എന്നും പറഞ്ഞു. ഓക്കെ, അപ്പം എന്താണ് ഒരു സൊസൈറ്റിയിൽ നമ്മുടെ ബിഹേവിയറിനെ മോൾഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മളെ ആ ഒരു ബിഹേവിയറിനെ അല്ലെങ്കിൽ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യുന്ന ലോസും നമ്മളും അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളെ മോൾഡ് ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോഷ്യൽ ഗ്രൂപ്പ് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പം ഈ സോഷ്യൽ ഗ്രൂപ്പ് നമുക്ക് തരുന്ന ആ ഒരു, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമ്മളുടെ സോഷ്യൽ ഗ്രൂപ്പ് നമുക്ക് തരുന്ന ഒരു പ്രഷറാണ് സോഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞു. അത് രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞു, ഇൻഫോർമൽ കൺട്രോളും ഫോമൽ കൺട്രോളും എന്ന് പറഞ്ഞു. അതിൽ ഇൻഫോർമൽ കൺട്രോൾ നമുക്ക് തരുന്നത് പ്രൈമറി ഗ്രൂപ്പാണ്. നമ്മളുടെ ഫാമിലി, റിലീജിയൻ, പീർ ഗ്രൂപ്പ്, അങ്ങനെ നമ്മൾ ഇൻറ്റിമേറ്റ് ആയിട്ട് റിലേഷൻഷിപ്പ് ഉള്ളവരൊക്കെയാണ് നമുക്ക് ഇൻഫോർമൽ കൺട്രോൾ തരുന്നത്. ഫോമൽ കൺട്രോൾ തരുന്നതാണ് സെക്കൻഡറി ഗ്രൂപ്പ്. അതായത് നമ്മളുടെ ഒരു സൊസൈറ്റി ഫുൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ലോസും അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പോലീസ്, കോർട്ട്, പ്രിസൺ എന്നൊക്കെ പറയുന്ന സിസ്റ്റംസ് ഒക്കെയാണ് സെക്കൻഡറി ഗ്രൂപ്പിൽ പെടുന്നത്. അതാണ് ഫോമൽ കൺട്രോൾ എന്ന് പറയുന്നത്. പിന്നെ ഇൻഫോർമൽ കൺട്രോൾസിൻ്റെ അകത്ത് കസ്റ്റംസും ട്രഡീഷൻസും ഫോക്ക് വേയ്സും ഒക്കെയാണ് നമ്മൾ കൂടുതലും ഫോളോ ചെയ്യുന്നത്. എന്നാൽ അത് വയലേറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഇൻഫോർമൽ കൺട്രോൾ അല്ലെങ്കിൽ പ്രൈമറി ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞ ട്രഡീഷൻസും ആചാരങ്ങളും ഒക്കെ നാട്ടുനടപ്പുകളും എന്നൊക്കെ പറഞ്ഞാൽ അതിനെ വയലേറ്റ് ചെയ്താൽ എന്ത് കിട്ടില്ല, നമുക്കൊരു ഫോമൽ പണിഷ്മെൻറ്റ് ഉണ്ടാവില്ല. പക്ഷേ ഇൻഫോർമലായ രീതിയിലുള്ള കുറച്ച് പണിഷ്മെൻറ്റ്, ഐസൊലേഷൻസ് ഒക്കെ നമ്മൾ നേരിടേണ്ടി വരും. പിന്നെ ഫോമൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സൊസൈറ്റി ഫുള്ള് ഒരു കോമൺ ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ലോ ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. എന്നാൽ അതിനെ വയലേറ്റ് ചെയ്താൽ അവിടെ ആരിടപെടും? പോലീസ് ഇടപെടും. പിന്നെ എന്താണ്, കോർട്ട് ഇടപെടും, പ്രിസൺ ഇടപെടും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് എഡ്യൂക്കേഷനിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, വിദ്യാഭ്യാസത്തിലൂടെയാണ് ആ ഒരു ബിഹേവിയറിനെ നമ്മൾ പണിതെടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളത് ചോദിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. അങ്ങനെ നമ്മളുടെ ഈ 8th ലാസ്റ്റ് ചാപ്റ്റർ, ഓക്കെ, നമ്മൾ സോഷ്യൽ സയൻസിൻ്റെ ലാസ്റ്റ് ചാപ്റ്റർ 13th ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ചാപ്റ്റർ സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് സോഷ്യൽ കൺട്രോൾ ആയിരുന്നു. എന്തെല്ലാം തരത്തിലുള്ള സോഷ്യൽ ഗ്രൂപ്പ്സ് നമുക്ക് ചുറ്റും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. പ്രൈമറി ഗ്രൂപ്പ്, സെക്കൻഡറി ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ആ ഓരോ ഗ്രൂപ്പുകളുടെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എന്താണ് അവരുടെയൊക്കെ യൂസസ് നമ്മൾ കണ്ടു. ഓക്കെ, പിന്നെ ഈ ഉള്ള ഗ്രൂപ്പുകൾ നമുക്ക് തരുന്ന പ്രഷറിനെയാണ് സോഷ്യൽ കൺട്രോൾ എന്ന് നമ്മൾ പറഞ്ഞു. ആ പ്രഷറിൻ്റെ ആവശ്യകത നമ്മൾ പറഞ്ഞല്ലേ. അത് നമ്മളൊരു സൊസൈറ്റിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ സെക്യൂർ ആയിരിക്കണം, എങ്ങനെ ജീവിക്കണം എന്നൊക്കെയുള്ള പ്രഷർ ഈ ഉള്ള ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ സേഫായിട്ടും പീസ്ഫുള്ളായിട്ടും ഈ സൊസൈറ്റിയിൽ ജീവിക്കുന്നത്. ഓക്കെ, ഇനി എങ്ങാനും ഇവരുടെ ലോസൊക്കെ വയലേറ്റ് ചെയ്താൽ എന്തെല്ലാം തരത്തിലുള്ള പണിഷ്മെൻറ്റ്സ് അല്ലെങ്കിൽ എങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നേരിടേണ്ടി വരും, എന്തെല്ലാം സിസ്റ്റംസ് ആണ് അതിനു വേണ്ടിയുള്ളതെന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇൻഫോർമലും ഫോമലും ആയിട്ടുള്ള സോഷ്യൽ കൺട്രോളുകളൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾ ചോദിക്കുക. ഓക്കെ, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഒക്കെ നമ്മുടെ എക്സാം പോയിൻ്റെ ഗൈഡിലുണ്ട്. നമുക്ക് അധികം ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റിയില്ല. എന്നാൽ നമ്മുടെ എക്സാം പോയിൻ്റെ ഗൈഡിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഏറ്റവും മെയിൻ ആയിട്ടുള്ള കീ പോയിൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈഡ് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സാം പാസ്സാവാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.